ഒരു പുതിയ ലോങ് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. ഉണ്ണീനെ കൊണ്ടാക്കാൻ അമ്മ പോയിട്ടോ. പക്ഷെ എന്തോ ഒരു വിഷമം എന്നറിയാം എനിക്കിന്ന്. ഉണ്ണിക്ക് വയ്യ ചെറുതായിട്ട്. അവൾക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ നല്ലൊരു മൂക്കടപ്പും പിന്നെ ചെറിയൊരു തൊണ്ട അടപ്പും വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നോക്കിയിട്ട് കുറവില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം ഞാനിത് നേരെ മോളൊക്കെ പോയി അമ്മ കൊണ്ടാക്കുമ്പോൾ നല്ല പുറത്ത് നല്ല മഴയായിട്ട് 2-3 ദിവസമായിട്ട്. അപ്പോൾ ഒക്കെ പോയതിനു ശേഷം എനിക്ക് ഈ ബെഡ്ഷീറ്റൊക്കെ ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. പിന്നെ മെയിനായിട്ട് കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവസ്ഥ. ഉണങ്ങി കിട്ടാൻ മാർഗമില്ല, മൊത്തം മഴ പിടിച്ചില്ലേ. അപ്പോൾ പിന്നെ തുണികളൊക്കെ പകുതിയൊക്കെ ഉണങ്ങിയത് നേരെ ഇനി എടുത്ത് മടക്കി വയ്ക്കണം, പിന്നെ അടിക്കണം, തുടയ്ക്കണം. പുറത്താണെങ്കിൽ നല്ല മഴയായിട്ട്. അപ്പോൾ ബെഡ്റൂമൊക്കെ ഏകദേശം ഇങ്ങനെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് വൃത്തിയാക്കി ഇടണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിടണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ബെഡ്ഷീറ്റ് ഏട്ടൻ പോകുമ്പോൾ കുറച്ചൊക്കെ കുടഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ തന്നെ കുടഞ്ഞിടണം. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വാഷിംഗ് മെഷീനിൽ തുണികളൊന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടണം. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എനിക്കിനി ഒരു മൈക്ക് മേടിക്കണം. മൈക്ക് ഇല്ലാത്തൊരു വിഷയമുണ്ട്, അതൊരെണ്ണം മേടിക്കണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ അല്ലാതെ ചില്ലറ അൽക്കുലത്ത് പണികൾ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ഉണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഏകദേശം ഞാൻ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ അച്ഛനും മോളും വന്ന് കിടന്നാൽ ഞാൻ അടിപൊളി. ബെഡ്ഷീറ്റ് കുഴപ്പമില്ലാത്ത രീതിക്ക് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് അടിച്ചൂരി അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നോക്കണം. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്രീമാട്ടോ ഈ മറിയത്തിൻ്റെ ക്രീം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത്. വാഷിംഗ് മെഷീനിൽ തുണികൾ എടുത്തിട്ടില്ല പുറത്തേക്ക്. പിന്നെ ഞാൻ ആ റൂമിൽ കാണിച്ചു തന്നില്ലേ കുറച്ച് തുണികൾ, അതൊക്കെ എടുത്തൊന്ന് മടക്കി ഇടാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. എന്നിട്ട് വേണം കുളിക്കാൻ. പുറത്താണെങ്കിൽ മുടിഞ്ഞ മഴയും. ഇന്നിനി തുണി കഴുകി എവിടെ ഇടുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇന്നിനി തുണി കഴുകി ഞാൻ എവിടെ ഇടുമെന്ന് എനിക്കറിയില്ല. കാരണം അഴുക്കൊക്കെ ഫുള്ളാണ്, നിറച്ചാണ് ആക്കിയത് തുണികൾ. പിന്നെ ഇന്നിനിപ്പോൾ കഴുകി ആ തുണികൾ പകുതി ഉണങ്ങിയിട്ട് എടുക്കണം. മഴക്കാലമായ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, തുണിയോളം ഉണങ്ങാൻ ഭയങ്കര വിഷയമാണ്. എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഉള്ളത് ബൈക്ക് എടുത്തിട്ടില്ല, ബൈക്കിൽ ഇവിടെ വെച്ച്. പിന്നെ ഇത് അച്ഛനാണ്. അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ എന്നും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഉമ്മർത്ത് വന്നിരിക്കും കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ പണി അടിക്കൽ തുടക്കൽ പണികളിലേക്ക് തുടങ്ങിട്ടോ. എനിക്കാണെങ്കിൽ അടിച്ചു വരൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മറ്റേ സ്റ്റാൻഡാണെങ്കിൽ മുകളിലിരിക്കുന്നത്. അപ്പം അതെടുക്കാൻ പോകേണ്ട. സത്യം പറഞ്ഞാൽ മടിക്കാണ് പോവാതെ കയ്യിൽ ഫോണും പിടിച്ച് നടക്കുക. അലസലും മടി കേട്ടോ. എന്താണെന്നറിയില്ല, മഴക്കാലമായിട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു പണിയെടുക്കാൻ തോന്നില്ല. ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഫോൺ പിടിച്ചിരിക്കാനോ എന്നൊക്കെ തോന്നും. പക്ഷെ കാര്യമില്ലല്ലോ. അപ്പഴേ അടിക്കലൊക്കെ ഓരോ പണികളാട്ടോ. അടിച്ചു ഒരുക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഉണ്ണീനെ ഉണ്ടാക്കാൻ പോയിട്ട് അമ്മ എത്തിയിട്ടില്ല. മഴ കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിൽ നിന്നതായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അമ്മ വരേണ്ട നേരം കഴിഞ്ഞു. സാധാരണ ഉണ്ണീനെ ഉണ്ടാക്കാൻ പോയി അമ്മ വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ തൃശ്ശൂർ ഭാഷയിൽ പറയണതാണ് കേട്ടോ കൂടുതൽ ഈ ഉണ്ണി 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 എന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഉണ്ണി ഉണ്ണി എന്ന് തന്നെയാണ് പറയാറ് കേട്ടോ. എന്നോട് ചിലത് ചോദിക്കാറുണ്ട് കേട്ടോ. മീൻസ് ഈ കമൻറ്റിലല്ല, ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 month ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആദ്യം ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം അതിൽ ഞാൻ കൂടുതൽ ഈ ഉണ്ണി ഉണ്ണി എന്നുള്ള വാക്കാവുക കാരണം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുട്ടാ ചേച്ചി ഉണ്ണി ഉണ്ണി എന്നൊക്കെ പറയുന്നത്, എന്തുട്ടാണ് നമ്മുടെ ഭാഷ, എന്തെങ്ങനെ ഉണ്ണി ഉണ്ണി എന്നൊക്കെ പറയണെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അടുക്കളയൊക്കെ അടിച്ചൂരി. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് പറയും, മഴവെള്ളം മര്യാദയ്ക്ക് കിട്ടുന്നുണ്ട്. കാണിച്ചു തരാം കേട്ടോ. പാത്രത്തിലൊക്കെ നിറച്ച് വെള്ളം കണ്ടോ, ആവശ്യം പോലെ മഴവെള്ളം. അത് നല്ല കണ്ണീർ പോലത്തെ വെള്ളം വാഷിംഗ് മെഷീനിലേക്കും. പിന്നെ പോരാത്തതിന് അവിടെ ഇങ്ങനെ ഉറുവെള്ളവും വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന് ഒരു ക്ഷാമമില്ല ഇപ്പോൾ. പിന്നെ ഇത് അടുക്കള ഏകദേശം എല്ലാവരും വൃത്തിയാക്കിയിട്ട് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയായിട്ടൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ അടിച്ച് തുടക്കിയ തുണികൾ തോരിയിടുക അങ്ങനത്തെ പണികൾ തന്നെ ഉള്ളൂ. പക്ഷെ ഐഫോണല്ലാന്ന് മാത്രം, ആൻഡ്രോയിഡ് സെറ്റാന്ന് മാത്രം. ഐഫോണിൽ ഞാൻ എടുത്ത ഐഫോണിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോറേജ് ഫുള്ളായിട്ട്. ഇപ്പം ഞാൻ സാധാരണ ആൻഡ്രോയിഡിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി നേരെ തുടച്ച് തുണികളൊക്കെ ഒന്ന് തോരയിടണം. വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് ഇടണം. സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഉള്ള കാരണം നമുക്ക് അങ്ങനത്തെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ ഒന്ന് ഉണങ്ങി അത്യാവശ്യം വലിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഇതും കൂടി ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പിന്നെ എനിക്ക് അലക്കാൻ മടിയുണ്ട്. അതെ, മെഷീനിൽ തുണി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് എടുത്ത്
തോരയിടണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. ഞാനിതേ പറഞ്ഞില്ലേ, ഇവിടെ നിറച്ച് തുണികളാണ് ഇട്ടിരിക്കുന്നത്. ഉണങ്ങാണ്ടേ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും. മഴ പിടിച്ച പിന്നെ ഒറ്റ തുണികൾ ഉണങ്ങുന്നില്ല, വൻ സീനാണ്. ഉണക്കായതൊക്കെ എടുത്തത് അവിടെ ഇവിടേക്ക് എടുത്തിടുക, ഉണക്കാവാത്തത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തോരിട്ടിട്ട് കൊണ്ടുപോവുക. നീതിന്ന് കുറച്ചെടുത്ത് ഞാൻ അവിടെ കുറച്ച് തുണികൾ ഉണങ്ങി എടുക്കണ്ടല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് ഇതെടുത്ത് കുറച്ച് അവിടെ കൊണ്ടുവിടണം. കാരണം ഇനിയിപ്പോ ഇന്നിപ്പോ മഴ തന്നെയാവും, ഇന്നിപ്പോ വലിയ വെയിൽ ഉദിക്കാനുള്ള പ്രതീക്ഷ ഒന്നുമില്ല. ഇവിടെ തുണി തോരിയിട്ടാ പിന്നെ ഇവിടെ കൊള്ളാത്ത നേരം മുകളിൽ കൊണ്ടിടാലോ. ഇന്നലെ കഴുകിയിട്ട് കുറച്ച് തുണികൾ എടുക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ എടുത്തൊന്ന് മുകളിൽ കൊണ്ടിട്ടാ കുറച്ചൊന്ന് വലിഞ്ഞു കിട്ടും. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്ഥലം കുറവാണ്. അപ്പൊ അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തുണി തോരിയിടാൻ സ്ഥലം കുറവാണ്. അപ്പൊ ഈ ചെറിയ ഉണക്കം വാട്ടമായ തുണികൾ നമ്മള് അവിടെ കൊണ്ടിടണം. അതൊക്കെ കൊണ്ടിടാൻ പറ്റില്ല. ഉണക്കാൻ ആവാത്ത തുണികൾ ഇവിടെ തന്നെ ഇടാം. പിന്നെ ഡെയിലി അത്യാവശ്യം കഴുകാം കേട്ടോ. അത് വേറെ പ്രത്യേകിച്ച് എവിടേക്കും പോകണമെന്നില്ല, എന്നാലും ഉണ്ടാവും ഡെയിലി അത്യാവശ്യം കഴുകാം. 2 നേരം മാറില്ലേ നമ്മൾ കുളിച്ചിട്ട്. പക്ഷെ മഴ പെയ്യാണ്ടിരുന്നാലും മഴ പെയ്യുന്നതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഈ തുണികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. 2-3 ദിവസം അടുപ്പിച്ച് തുണികൾ വരുമ്പോഴേ അത് ഉണങ്ങില്ല. തുണികളൊക്കെ മടക്കി വെച്ച് തുണികളൊക്കെ തോരിയിട്ട് എല്ലാം കൂടെ അടിച്ച് തുടച്ച് വീട് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. ഇനി നേരെ ഇന്ന് കഴുകിയിട്ട് തുണികളൊക്കെ ബാലൻസ് തുണി, അപ്പോൾ തുണികളൊക്കെ ഇവിടെ കൊണ്ട് ഇനി നേരെ ഒരു കുളി പാസ്സാക്കുക. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ സ്റ്റാൻഡ് പിന്നെ വേറൊരു കുളി പാസ്സാക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.